Dear students, welcome to Learner's World. In this video, I'm going to talk about exam-oriented 6-mark questions, Part 1, Foundations of Literary Theory, FIUGP, Semester 5, BA English Language and Literature, Calicut University. പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് അതായത് 3 മാർക്സിന് എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു വീഡിയോയിൽ പാരഗ്രാഫ് ആൻസർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ്, അതായത് 6 മാർക്കിന് ആൻസർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡിസ്കസ് സൊഷ്യൂർസ് കോൺട്രിബ്യൂഷൻ ടു സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് ലിറ്റററി തിയറി. ഫെർഡിനാൻഡ് ഡി സൊഷ്യൂറിൻ്റെ കോൺട്രിബ്യൂഷൻ സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റിക്സിലും ലിറ്റററി തിയറിയിലുള്ള സംഭാവനകൾ വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. Ferdinand de Saussure is known as the father of structuralism. He argued that language is a system of signs. Every sign has two parts, the signifier, sound or word, and the signified concept or idea. ഫെർഡിനാൻഡ് ഡി സൊഷ്യൂർ എന്ന് പറയുന്നത് സ്ട്രക്ചറലിസത്തിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നു. അദ്ദേഹം ലാംഗ്വേജ് എന്ന് പറയുന്നത് സയൻസിൻ്റെ ചിഹ്നങ്ങളുടെ ഒരു സംവിധാനമാണെന്ന് പറയുന്നുണ്ട്. സൈനിനെ രണ്ടായിട്ട് വിഭജിക്കുന്നുണ്ട്, സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ് എന്ന് പറഞ്ഞിട്ട്. സൈൻ ഈസ് ഈക്വൽ ടു സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ്. സിഗ്നിഫയർ എന്ന് പറഞ്ഞാൽ സൗണ്ട് ഓർ വേർഡ്, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ട്രീ എന്ന് പറയുന്ന ആ ഒരു സൗണ്ട്, ട്രീ, അതുപോലെ ആ ഒരു വേർഡ്. ആൻഡ് ദ സിഗ്നിഫൈഡ് എന്ന് പറയുന്നത് കോൺസെപ്റ്റ് ഓർ ഐഡിയ. ട്രീ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് വരുന്ന ആ ഒരു ഇമേജ് ഉണ്ടല്ലോ, അതായത് ഒരു ആശയം, അതായത് കുറേ ചില്ലകളൊക്കെ ഉള്ള ഒരു സങ്കല്പം ഉണ്ടല്ലോ, അതാണ് സിഗ്നിഫൈഡ് എന്ന് പറയുന്നത്. ഹി സെഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദം ഈസ് ആർബിട്രറി, മീനിങ് ദർ ഇസ് നോ നാച്ചുറൽ കണക്ഷൻ ബിറ്റ്വീൻ എ വേർഡ് ആൻഡ് ഇറ്റ്സ് മീനിങ്. അപ്പോൾ അവ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിന് അദ്ദേഹം വിളിച്ച പേരാണ് ആർബിട്രറി എന്ന് പറയുന്നത്. അതായത് ഒരു വേർഡും അതിൻ്റെ മീനിങ്ങും തമ്മിലൊരു നാച്ചുറൽ കണക്ഷൻ ഇല്ല എന്നാണ് പറയുന്നത്. സൊഷ്യൂർ ഓൾസോ ഡിസ്റ്റിങ്വിഷ്ഡ് ബിറ്റ്വീൻ ലാങ് ആൻഡ് പരോൾ. He believed meaning comes from differences between signs rather than from individual words. സൊഷ്യൂർ പിന്നീട് ലാങ് ആൻഡ് പരോൾ എന്ന് പറയുന്ന ഒരു ഡിസ്റ്റിങ്ഷൻ നടത്തിയിട്ടുണ്ട്. ലാങ് എന്ന് പറയുന്നത് ഭാഷയുടെ ഒരു പൊതുവ്യവസ്ഥയാണ്, അതായത് റൂൾസ് ഓഫ് ലാംഗ്വേജ്. പരോൾ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സംസാര പ്രയോഗമാണ്. ഒരു വാക്കിന് അർത്ഥം ലഭിക്കുന്നത് മറ്റു വാക്കുകളിൽ നിന്നുള്ള വ്യത്യാസം കൊണ്ടാണെന്ന് അദ്ദേഹം ആർഗ്യൂ ചെയ്യുന്നുണ്ട്. His ideas influenced structuralism by encouraging critics to study the underlying structures of language and literature instead of focusing on the author's intentions. Thus, Saussure laid the foundation for modern linguistics and literary theory. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ സ്ട്രക്ചറലിസത്തിനും ആധുനിക ഭാഷാ ശാസ്ത്രത്തിനും സാഹിത്യ സിദ്ധാന്തത്തിനും ഒക്കെ ശക്തമായിട്ടുള്ള ഒരു അടിത്തറയാണെന്നാണ് പറയുന്നത്. അടുത്തത് അനലൈസ് റിപ്രഷൻ ആൻഡ് ഡിസയർ ഇൻ സൈക്കോ അനലിറ്റിക് ക്രിറ്റിസിസം. സൈക്കോ അനലിറ്റിക് ക്രിറ്റിസത്തിൽ റിപ്രഷൻ മീൻസ് അടിച്ചമർത്തൽ, ഡിസയർ എന്ന് പറഞ്ഞാൽ ആഗ്രഹം, ഇത് വിശകലനം ചെയ്യാം. Psychoanalytic criticism is mainly based on Sigmund Freud's theories. Freud believed that human behavior is influenced by the unconscious mind. Repression is the process of pushing painful memories, fears, and unacceptable desires into the unconscious. These repressed feelings often appear in dreams, slip of the tongue, or literary works. മനുഷ്യൻ്റെ പെരുമാറ്റത്തെ അബോധ മനസ്സ്, അതായത് അൺകോൺഷ്യസ് മൈൻഡ് സ്വാധീനിക്കുന്നുണ്ട് എന്ന് ഫ്രോയിഡ് ബിലീവ് ചെയ്യുന്നുണ്ട്. റിപ്രഷൻ എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന വേദനാജനകമായിട്ടുള്ള ഓർമ്മകളും ഭയങ്ങളും അംഗീകരിക്കാനാവാത്ത ആഗ്രഹങ്ങളും ഒക്കെ നമ്മൾ അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്ന പ്രക്രിയയാണ്. ഈ അടിച്ചമർത്തപ്പെട്ട വികാരങ്ങൾ പിന്നീട് നമ്മുടെ സ്വപ്നങ്ങളിലൂടെയും അതുപോലെ സ്ലിപ്പ് ഓഫ് ദ ടങ്, നാവ് പിഴച്ച് നമ്മൾ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് നാവ് പിഴച്ചൊക്കെ അതുപോലെ സാഹിത്യകൃതികളിലൂടെയൊക്കെ പ്രകടമാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. Desire refers to hidden wishes that people cannot openly express. In literature, characters' actions are often shaped by these unconscious desires and conflicts. ഡിസയർ എന്ന് പറഞ്ഞാൽ തുറന്ന് പ്രകടിപ്പിക്കാൻ കഴിയാത്ത ഹിഡൻ ആയിട്ടുള്ള മറിഞ്ഞിരിക്കുന്ന ആഗ്രഹങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. സാഹിത്യത്തിൽ കഥാപാത്രങ്ങളുടെ പ്രവർത്തനങ്ങൾ പലപ്പോഴും ഇത്തരം അബോധ ആഗ്രഹങ്ങളും മാനസിക സംഘർഷങ്ങളും
മൂലമൊക്കെയാണ് രൂപപ്പെടുന്നതെന്നാണ് പറയുന്നത്. Psychoanalytic criticism studies these hidden motives to understand the deeper meaning of literary text. Thus, repression and desire reveals the psychological struggles of characters and authors. അതിനാൽ ഈ ഒരു സൈക്കോ അനാലിറ്റിക് ക്രിറ്റിസിസം സാഹിത്യത്തിൻ്റെ ആഴത്തിലുള്ള അർത്ഥം മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, അനലൈസ് ആൽത്യൂസേഴ്സ് കോൺസെപ്റ്റ് ഓഫ് ISA ആൻഡ് RSA. ആൽത്യൂസറിൻ്റെ ISA RSA എന്നീ ആശയങ്ങൾ വിശകലനം ചെയ്യുക. ലൂയി ആൽത്യൂസർ എക്സ്പ്ലെയിൻഡ് ദാറ്റ് സൊസൈറ്റി ഈസ് കൺട്രോൾ ത്രൂ 2 types of institutions, repressive state apparatus, that is RSA, and ideological state apparatus, that is ISA. RSA includes the police, army, courts, and prisons, which maintain order through force or punishment. ISA includes schools, family, religion, media, and literature, which spread the values and beliefs of the ruling class through ideology. ലൂയി ആൽത്യൂസർ സമൂഹത്തെ നിയന്ത്രിക്കുന്നത് 2 തരത്തിലുള്ള സംവിധാനങ്ങളിലൂടെയാണെന്ന് പറയുന്നുണ്ട്. RSA, ISA. RSA എന്ന് പറഞ്ഞാൽ അതിൽ വരുന്നതാണ് പോലീസ്, സൈന്യം, കോടതി, ജയിൽ തുടങ്ങിയിട്ടുള്ളവ. ഇവ ബലപ്രയോഗത്തിലൂടെയും ശിക്ഷയിലൂടെയും സാമൂഹിക ക്രമം നിലനിർത്തുന്നതാണ്. ISA എന്ന് പറഞ്ഞാൽ അതിൽ വരുന്നതാണ് സ്കൂള്, ഫാമിലി, റിലീജിയൻ, മീഡിയ, സാഹിത്യം ഒക്കെ. ഇവ ഭരണവർഗത്തിൻ്റെ ആശയങ്ങളും മൂല്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. Althusser argued that ISA is more powerful because people accept its ideas willingly. Together, ISA and RSA help maintain the existing social and economic system. അൽത്യൂസറിൻ്റെ അഭിപ്രായത്തിൽ ISA ആണ് കൂടുതൽ ശക്തമായിട്ടുള്ളത്. അതിനുള്ള കാരണം ആളുകൾ അതിൻ്റെ ആശയങ്ങളെ സ്വമേധയാ അംഗീകരിക്കുന്നുണ്ട്. ഇങ്ങനെ ISAയും RSAയും ചേർന്ന് നിലവിലുള്ള സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥ നിലനിർത്തുന്നു. അടുത്ത ചോദ്യം, ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻ്റർസെക്ഷനാലിറ്റി ഇൻ ഫെമിനിസ്റ്റ് തിയറി. ഫെമിനിസ്റ്റ് സിദ്ധാന്തത്തിലെ ഇൻ്റർസെക്ഷനാലിറ്റിയുടെ പ്രാധാന്യം വിശദീകരിക്കുക. ഇൻ്റർസെക്ഷനാലിറ്റി ഈസ് എ കോൺസെപ്റ്റ് ഡെവലപ്ഡ് ബൈ കിംബർലി Crenshaw. It explains that women experience discrimination in different ways depending on factors such as race, class, caste, religion, sexuality, and disability. കിംബർലി ക്രൻഷോ അവതരിപ്പിച്ച ആശയമാണ് ഇൻ്റർസെക്ഷനാലിറ്റി. സ്ത്രീകൾ ഒരേ രീതിയിൽ വിവേചനം അനുഭവിക്കുന്നില്ലെന്നും അവരുടെ വർഗം, ജാതി, മതം, സാമ്പത്തിക സ്ഥിതി തുടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ അവരുടെ അനുഭവങ്ങളെ സ്വാധീനിക്കുന്നുവെന്നും ഈ ഒരു ആശയം വ്യക്തമാക്കുന്നുണ്ട്. For example, a poor woman may face different challenges from a wealthy woman. Intersectionality makes feminism more inclusive by recognizing multiple forms of oppression. It helps us understand the complex realities of women's life. അതിനൊരു ഉദാഹരണം പറയുന്നുണ്ട്. ഒരു ദരിദ്ര സ്ത്രീയുടെ പ്രശ്നങ്ങൾ ഒരു സമ്പന്ന സ്ത്രീയുടെ പ്രശ്നങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. ഇൻ്റർസെക്ഷനാലിറ്റി ഫെമിനിസത്തെ കൂടുതൽ ഉൾക്കൊള്ളാനാണ് പഠിപ്പിക്കുന്നത്, ഉൾക്കൊള്ളുന്നതാക്കുന്നുണ്ട്. സ്ത്രീകൾ നേരിടുന്ന വിവിധ തരത്തിലുള്ള അടിച്ചമർത്തലുകൾ മനസ്സിലാക്കാൻ സഹായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അടുത്ത ചോദ്യം, എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് എക്രീച്ചർ ഇൻ ഡെറിഡാസ് ഫിലോസഫി. ഡെറിഡയുടെ എക്രീച്ചർ എഴുത്ത് എന്ന ആശയം വിശദീകരിക്കുക. എക്രീച്ചർ മീൻസ് എഴുത്ത്. ജാക്സ് ഡെറിഡ യൂസസ് ദ ടേം എക്രീച്ചർ മീൻസ് റൈറ്റിംഗ് to challenge the traditional beliefs that speech is superior to writing. He argued that writing is not simply a copy of speech but an independent system that creates meaning. ജാക്ക് ഡെറിഡ പരമ്പരാഗതമായിട്ട് സ്പീച്ചിന് നൽകിയിരിക്കുന്ന ഒരു മേൽക്കോയ്മയെ ചോദ്യം ചെയ്യാനാണ് എക്രീച്ചർ മീനിങ് എഴുത്ത് എന്ന ആശയം അവതരിപ്പിച്ചത്. എഴുത്ത് സംസാരത്തിൻ്റെ ഒരു പകർപ്പ് മാത്രമല്ല, മറിച്ച് അർത്ഥം സൃഷ്ടിക്കുന്ന ഒരു സ്വതന്ത്ര സംവിധാനമാണെന്ന് അദ്ദേഹം വാദിച്ചു. മീനിങ് ഈസ് നെവർ ഫിക്സഡ് ബിക്കോസ് ലാംഗ്വേജ് ഈസ് കോൺസ്റ്റൻ്റ്ലി ചേഞ്ചിങ്. Writing shows that words can have many interpretations depending on context. Derrida believed that text always contains multiple meanings, making final interpretation impossible. Thus, literature is central to his theory of deconstruction.
ലാംഗ്വേജ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ അർത്ഥവും ഒരിക്കലും സ്ഥിരമല്ല. ലാംഗ്വേജ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ മീനിങ്ങും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. അതായത് വാക്കുകൾക്ക് സാഹചര്യത്തിനനുസരിച്ച് പല അർത്ഥങ്ങളുണ്ടാകാം. അതിനാൽ ഒരു ടെക്സ്റ്റിൽ ഒരൊറ്റ അന്തിമ അർത്ഥം ഇല്ല എന്നാണ് ഡെറിഡ പറയുന്നത്. ടെക്സ്റ്റിൽ വായനക്കാരൻ്റെ കോണ്ടെക്സ്റ്റിനനുസരിച്ച്, കൾച്ചറിനനുസരിച്ച്, ലാംഗ്വേജിനനുസരിച്ചൊക്കെ മീനിങ് മാറിക്കൊണ്ടിരിക്കും. മൾട്ടിപ്പിൾ മീനിങ്സ് ഉണ്ടാകാമെന്നാണ് പറയുന്നത്. ഒരൊറ്റ അർത്ഥം അതിനൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ എക്രീച്ചർ ഡെറിഡയുടെ ഡീകൺസ്ട്രക്ഷൻ സിദ്ധാന്തത്തിലെ പ്രധാന ഒരു ആശയമാണ്. ഡിസ്കസ് ഫൂക്കോസ് കോൺസെപ്റ്റ് ഓഫ് ദ മെഡിക്കൽ ഗേസ്. ഫൂക്കോയുടെ മെഡിക്കൽ ഗേസ് എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് മെഡിക്കൽ നോട്ടം എന്ന ആശയം വിശദീകരിക്കുക. മിഷേൽ ഫൂക്കോ introduced the idea of the medical gaze to explain how modern medicine views patients. Doctors often focus on the disease rather than the whole person. The patient's body becomes an object to observed, examined and classified. This gives medical professionals authority and power over patients. Foucault argued that medical knowledge and power are closely connected. The medical gaze shows how institutions control people through scientific observation. മിഷേൽ ഫൂക്കോ അവതരിപ്പിച്ച മെഡിക്കൽ ഗേസ് എന്ന ആശയം ആധുനിക വൈദ്യശാസ്ത്രം രോഗികളെ എങ്ങനെ കാണുന്നു എന്നത് വിശദീകരിക്കുന്നു. അതായത് ഡോക്ടർമാർ പലപ്പോഴും രോഗിയെ ഒരു വ്യക്തിയായി കാണുന്നതിനേക്കാൾ രോഗത്തെയാണ് പ്രധാനമായി പരിഗണിക്കുന്നത്. രോഗിയുടെ ശരീരം ഒബ്സർവ് ചെയ്യുകയും അതുപോലെ അതിനെ കാറ്റഗറൈസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റായിട്ട് മാത്രമാണ് രോഗിയുടെ പേഷ്യൻറ്റിൻ്റെ ബോഡി അവർ കാണുന്നത്. ഇതിലൂടെ ഡോക്ടർമാർക്ക് രോഗികളിൽ അധികാരവും നിയന്ത്രണമൊക്കെ ലഭിക്കുന്നുണ്ട്. അറിവും അധികാരവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ഫൂക്കോ ആർഗ്യൂ ചെയ്യുന്നുണ്ട്. അതിനാൽ മെഡിക്കൽ ഗേസ് ശാസ്ത്രീയ നിരീക്ഷണത്തിലൂടെ സമൂഹത്തെ നിയന്ത്രിക്കുന്ന രീതിയെ വ്യക്തമാക്കുന്നുണ്ട്. അൺലൈക്ക് എഡ്വാർഡ് സൈഡ്സ് ക്രിട്ടിക് ഓഫ് ഓറിയൻ്റലിസം. എഡ്വാർഡ് സൈഡിൻ്റെ ഓറിയൻ്റലിസം എന്ന ആശയത്തെ വിശകലനം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എഡ്വാർഡ് സൈഡ്സ് ബുക്ക് ഓറിയൻ്റലിസം എക്സ്പ്ലെയിൻസ് ഹൗ ദ വെസ്റ്റ് റെപ്രസെൻറ്റഡ് ദ ഈസ്റ്റ് ആസ് ബാക്ക്വേർഡ്, ഇറാഷണൽ ആൻഡ് അൺസിവിലൈസ്ഡ്. എഡ്വാർഡ് സൈഡിൻ്റെ ഓറിയൻ്റലിസം എന്ന ഗ്രന്ഥത്തിൽ പാശ്ചാത്യ ലോകം, അതായത് വെസ്റ്റ് ഈസ്റ്റിനെ, അതായത് കിഴക്കിന് പിന്നോക്കം നിൽക്കുന്ന ഇറാഷണലായിട്ടുള്ള യുക്തിരഹിതമായ പരിഷ്കാരമില്ലാത്തൊരു സമൂഹമായിട്ട് ചിത്രീകരിച്ചതായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ദീസ് നെഗറ്റീവ് ഇമേജസ് ജസ്റ്റിഫൈഡ് യൂറോപ്യൻ കൊളോണിയൽ റൂൾ. സെറ്റ് ആർഗ്യൂഡ് ദാറ്റ് ഓറിയൻ്റലിസം ഈസ് നോട്ട് ആൻ ഒബ്ജക്റ്റീവ് സ്റ്റഡി ഓഫ് ദി ഈസ്റ്റ് ബട്ട് ആസ് എ സിസ്റ്റം ഓഫ് നോളജ് ദാറ്റ് സപ്പോർട്ട് വെസ്റ്റേൺ പവർ. ഇത്തരത്തിലുള്ള തെറ്റായ ചിത്രീകരണങ്ങൾ യൂറോപ്യൻ കോളനി വാഴ്ചയെ ന്യായീകരിക്കാൻ സഹായിച്ചു. ഓറിയൻ്റലിസം അതായത് ഈസ്റ്റിനെ കുറിച്ചുള്ളൊരു നിഷ്പക്ഷ പഠനമല്ല, മറിച്ച് പാശ്ചാത്യ അധികാരത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു അറിവിൻ്റെ സംവിധാനമാണെന്ന് സെഡ് വാദിക്കുന്നുണ്ട്. ലിറ്ററേച്ചർ, ഹിസ്റ്ററി ആൻഡ് മീഡിയ ഓഫൺ റിപ്പീറ്റഡ് these stereotypes. Post-colonial criticism challenges these false representations and encourages colonized people to speak for themselves. Sed's work remains a foundation of post-colonial studies. അതായത് സാഹിത്യം, ചരിത്രം എന്നിവ ഈ തെറ്റായ ധാരണകൾ പ്രചരിപ്പിച്ചു എന്നാണ് പറയുന്നത്. പോസ്റ്റ് കൊളോണിയൽ ക്രിറ്റിസിസം ഇത്തരം ചിത്രീകരണങ്ങളെ ചോദ്യം ചെയ്യുകയും അധിനിവേശനത്തിന് ഇടയായിട്ടുള്ള ജനങ്ങൾക്ക് സ്വന്തം ശബ്ദം നൽകുകയൊക്കെ ചെയ്യുന്നു. അടുത്തത് ഡിസ്കസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പോസ്റ്റ് മോഡേണിസം ആൻഡ് കൺസ്യൂമർ കൾച്ചർ. പോസ്റ്റ് മോഡേണിസവും കൺസ്യൂമർ കൾച്ചർ, ഉപഭോക്തൃ സംസ്കാരവും തമ്മിലുള്ള ബന്ധം വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. Postmodernism is closely connected with consumer culture. Thinkers like Jean Baudrillard argued that modern society is dominated by advertising, media, brands, and consumer goods. People often buy products for their symbolic value rather than their practical use. പോസ്റ്റ്മോഡേണിസം എന്ന് പറയുന്നത് കൺസ്യൂമർ കൾച്ചറുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ളതാണ്. ജീൻ ബോഡ്ലാർഡ് പോലുള്ള ചിന്തകർ ആധുനിക സമൂഹം പരസ്യങ്ങൾ, ബ്രാൻഡുകൾ എന്നിവയിൽ നിയന്ത്രണത്തിലാണ്, അവരുടെയൊക്കെ നിയന്ത്രണത്തിലാണ് എന്ന് അദ്ദേഹം വാദിക്കുന്നുണ്ട്.
ആളുകൾ പലപ്പോഴും ഒരു വസ്തുവിൻ്റെ പ്രായോഗിക ഉപയോഗത്തിനേക്കാൾ അതിൻ്റെ പ്രതീകാത്മകമായിട്ടുള്ള മൂല്യത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. ടെലിവിഷൻ, ഫിലിംസ് ആൻഡ് സോഷ്യൽ മീഡിയ ഷേപ്പ് പീപ്പിൾസ് ഐഡൻറ്റിറ്റീസ് ആൻഡ് ലൈഫ് സ്റ്റൈൽസ്. Consumer culture blurs the difference between reality and appearance, creating a world of images and simulations. Thus, postmodernity examines how consumption influences culture and everyday life. ടെലിവിഷൻ, സിനിമ, സോഷ്യൽ മീഡിയ എന്നിവ ആളുകളുടെ ജീവിത രീതിയെയും വ്യക്തിത്വത്തെയും ഒക്കെ സ്വാധീനിക്കുന്നുണ്ട്. ഈ ഒരു കൺസ്യൂമർ കൾച്ചർ റിയാലിറ്റിനെയും ആർട്ടിഫിഷ്യലായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ലൈഫും തമ്മിലുള്ള അതിർത്തി മായ്ച്ചു കളയുകയും ചിത്രങ്ങളുടെ അതുപോലെ സിമുലേഷനുകളുടെയൊക്കെ ലോകം സൃഷ്ടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ ഉപഭോക്തൃ സംസ്കാരം, അതായത് ഈ കൺസ്യൂമർ കൾച്ചർ സമൂഹത്തെയും സംസ്കാരത്തെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്നത് പോസ്റ്റ് മോഡേണിസം പഠിപ്പിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു.